റോക്കി സാനിക്കായതും ഈ രണ്ട് സിനിമ കണ്ടവർക്കറിയാം അരുൺ മാതേശ്വരൻ എന്ന ഡയറക്ടറിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമ വളരെയധികം പ്രതീക്ഷയോടാണ് ഞാൻ കാണാൻ പോയത്. ഈ സിനിമ തുടങ്ങുന്നത് ധനുഷിന്റെ ഒരു കിഡിലൻ ബാങ്ങർ ആയിട്ടുള്ള ഒരു ഇൻട്രോയിലാണ് ഈ സിനിമ തുടക്കം തന്നെ നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ പതുക്കെ സ്ലോ ആയിട്ടാണ് സിനിമ എക്സ്ട്രോർഡിനറി ആയിട്ടാണ് സ്ലോ ആയിട്ട് ബിൽഡപ്പ് ചെയ്തു വരുന്നത്. അതിന് അരുൺ മാതേശ്വരൻ എന്ന ഡയറക്ടറിന്റെ കിഡിലൻ ഒരു വിഷൻ തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ബാങ്കർ ആയിട്ടുള്ള ഇൻട്രോയും അതേപോലെ സ്റ്റോറി ബിൽഡപ്പ് ചെയ്തത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ഹാഫ് കിട്ടുന്നതായിട്ട് തന്നെ തോന്നി. അതേപോലെ എടുത്തു പറയേണ്ടതാണ് സിനിമാറ്റോഗ്രാഫി. ഒരു രക്ഷയുമില്ലാത്ത സിനിമാറ്റോഗ്രാഫിയാണ് നമുക്ക് കിട്ടിയത്. അതായത് തിയേറ്റർ എക്സ്പീരിയൻസിന് പറ്റിയ സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ പോസ്റ്റ് ഇന്റർവൽ സീൻ ഉണ്ട്. അതൊരു കിഡിലിനായിട്ട് തന്നെയാണ് അതിൻ്റെ പോസ്റ്റ് ഇന്റർവെലിന്റെ ക്ലൈമാക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് വളരെയധികം ഇമോഷണലി കണക്ട് ആയ പോലെ തോന്നി. അതേപോലെ തന്നെയാണ് ശിവണ്ണ. ജയിലർ സിനിമ കണ്ടവർക്കറിയാം ശിവണ്ണയുടെ ഒരു സ്വാഗും സ്ക്രീൻ പ്രസൻസും അത് ഇതേ സിനിമയിൽ തന്നെ വർക്കായിട്ടുണ്ട്, കിഡിലിനായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ് തോന്നിയത്. അതേപോലെ തന്നെ സുദീപ് കൃഷ്ണൻ, അദ്ദേഹത്തിന് ഇതിന് ഈ സിനിമയിൽ വളരെ സ്കോപ്പ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. അതേപോലെ തന്നെ പ്രിയങ്ക മോഹൻ ഗ്ലാമറസ് റോൾ വിട്ടു നിന്നിട്ട് വളരെ റിബല്യസ് ആയിട്ടുള്ള ഒരു വുമൺ ക്യാരക്ടറാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. വളരെയധികം കിഡിലിനായിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ ജീവ പ്രകാശിന്റെ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഒന്നാമത്തെ ഹീറോ ധനുഷാണെങ്കിൽ രണ്ടാമത്തെ ഹീറോ ജീവി പ്രകാശ് നമുക്ക് പറയാൻ പറ്റും. നമുക്കൊരു കിഡിൽ നെക്സ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമ നമുക്ക് തരുന്നത്. 3.7 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത്. എന്തായാലും തിയേറ്റർ വാച്ച് ആയിട്ട് കണ്ടിരിക്കേണ്ട സിനിമയായിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഇതിനെ റേറ്റ് ചെയ്യുന്നത്. എന്തായാലും തിയേറ്റർ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.